മധ്യേഷ്യയിലെ കത്തുന്ന വെയിലിനിടയിൽ മഞ്ഞുമലകൾക്കിടയിലൂടെ സ്കീയിങ് നടത്തി നീങ്ങുന്ന ഒരു പറ്റം സൈനികർ. ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന ഈ കാഴ്ച ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ആൽപിനിസ്റ്റ് യൂണിറ്റിന്റേതാണ്. സിറിയ ലബനൻ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മൗണ്ട് ഹെർമൻ മേഖലയിൽ ഇറാൻ അനുകൂല ഹിസ്ബുള്ള പോരാളികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആദ്യ പർവ്വത ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതീവ ദുഷ്കരമായ കാലാവസ്ഥയിൽ യുദ്ധം ചെയ്യാൻ പരിശീലനം കിട്ടിയ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഈ എലൈറ്റ് യൂണിറ്റ് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ദൗത്യം പരസ്യപ്പെടുത്തുന്നത്. വെളുത്ത വസ്ത്രമണിഞ്ഞ് മഞ്ഞിനോട് ചേർന്നു നിൽക്കുന്ന സൈനികർ അതിർത്തി കടന്ന് ലബനിലെ മൗണ്ട് ഡോവ് മേഖലയിലാണ് പരിശോധന നടത്തിയത്. 9000 അടിയിലധികം ഉയരമുള്ള മൗണ്ട് ഹെർമൻ പർവ്വത നിരകളിൽ അതിശൈത്യത്തെയും കനത്ത മഞ്ഞുവീഴ്ചയെയും അതിജീവിച്ചായിരുന്നു നീക്കം. സ്നോ മൊബൈലുകളും അത്യാധുനിക സ്കീയിങ് ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സൈന്യം മലനിരകൾ കീഴടക്കിയത്. ഭീകര സംഘടനകൾ അതിർത്തി മേഖലയിൽ താവളമുറപ്പിക്കുന്നത് തടയാനാണ് ഈ പ്രത്യേക നീക്കമെന്ന് IDF അറിയിച്ചു. സിറിയയിലെ ബഷാർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം 2024 ഡിസംബറിലാണ് മൗണ്ട് ഹെർമൻ ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഈ മേഖലയിലെ കുന്നുകൾ ഇസ്രായേലിന്റെ കണ്ണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നുള്ള നിരീക്ഷണം ലബനിലെയും സിറിയയിലെയും ഭീകരപ്രവർത്തനങ്ങൾ മുൻകൂട്ടി അറിയാൻ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനും മറ്റ് സായുധ സംഘടനകൾക്കും നൽകുന്ന സൈനിക നീക്കം 5ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിലാണ് തന്ത്രപ്രധാനമായ മലനിരകളിൽ ഇസ്രായേൽ പിടിമുറുക്കുന്നത്. വരും ദിവസങ്ങളിൽ US കരസേനയും നേരിട്ട് യുദ്ധക്കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഇന്നലെ ഇസ്രായേലിലെ നെഗേവ് മേഖലയിലുള്ള സ്റ്റീൽ കോംപ്ലക്സിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ സ്റ്റീൽ വ്യവസായ മേഖലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് ഈ നടപടിയെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ സൈനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണിതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആക്രമണം നടത്തിയത്. സ്ഫോടനത്തെ തുടർന്ന് വ്യവസായ സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും കെമിക്കൽ ചോർച്ചയുണ്ടോ എന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജെറുസലേമിലെ വിശുദ്ധ കേന്ദ്രങ്ങൾ ഇസ്രായേൽ അടച്ചു. ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ അധികൃതർ വിശദീകരിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നതോടെ മേഖലയിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. തങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്ക് കടുത്ത തിരിച്ചടി നൽകുമെന്ന നിലപാടിലാണ് ഇറാനും.